നിയമപുസ്തകങ്ങൾക്കിടയിൽ നിന്നും മണ്ണിലേക്കിറങ്ങിയ കർഷകനാണ് ജോബി സെബാസ്റ്റ്യൻ. പരമ്പരാഗത രീതികളിൽ കുടുങ്ങിക്കിടക്കാതെ മാറിയ കാലത്തിനും മണ്ണിന്റെ ഘടനയ്ക്കുമനുസരിച്ച് കൃഷിരീതികളിലും വിളകളിലും പരീക്ഷണങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കൃഷിയിൽ പുതിയൊരു പാത വെട്ടിത്തെളിച്ചു. പെർക്കുലേറ്റർ ഫെർട്ടിഗേഷൻ പോസ്റ്റ് എന്ന നൂതന സംവിധാനത്തിലൂടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ മികച്ച വിളവ് ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് ജോബി സെബാസ്റ്റ്യൻ. ഫോറസ്റ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് PFP സംവിധാനം വികസിപ്പിച്ചത്. സുഷിരങ്ങളുള്ള പൈപ്പുകൾ പോലുള്ള കോൺക്രീറ്റിനകത്ത് മണ്ണും വളവും നിറയ്ക്കും. അതിനുശേഷം സുഷിരങ്ങളിലും നിലത്തും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ടുകൾ നടുന്നതാണ് ജോബി സ്വീകരിച്ച രീതി. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ഇന്ന് ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു മെതഡാണ് ഇത്. ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ചോട്ടി ഞാൻ നട്ടിട്ടില്ല. ഇത് നട്ടിരിക്കുന്ന മുഴുവൻ ഇതിന്റെ മുകളിലാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ വേണേൽ മൾട്ടി സ്റ്റോറീഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലേക്ക് നമ്മൾ ഇതിന്റെ സ്റ്റമ്പ് മുറിച്ച് കയറ്റി വെച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല സ്റ്റോറീഡായിട്ട് പല ഹൈറ്റിൽ നമുക്കൊരു വിളവെടുക്കാൻ പറ്റുന്നൊരു ഹൈറ്റിൽ മൾട്ടി സ്റ്റോറീഡ് കൃഷി എന്ന് പറയുന്നത് അങ്ങനെ വേണേൽ ചെയ്യാം. നമ്മൾ ഈ നട്ടു വളർന്നു വരുന്ന ഈ പോസ്റ്റിന്റെ സുഷിരങ്ങളിൽ കൂടെ വേരുകൾ അകത്തേക്ക് പോയി വളവും വെള്ളവും വരും. ഇതിനകത്ത് നിറച്ച് മണ്ണും ചാണകപ്പൊടി ചകിരിച്ചോറങ്ങുള്ള വളങ്ങളൊക്കെ നിറച്ചിരിക്കുകയാണ്. വെള്ളക്കെട്ടുള്ളിടത്ത് പാറപ്പുറത്ത് ടെറസിന്റെ മുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചോട്ടി ചെടി നടാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഇതിന്റെ മുകളിൽ നടാം. ഈ മെത്തേഡ് നട്ട് കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരു 50 കിലോ ഒരു ചെടിയിൽ നിന്ന് നടും നമുക്ക് ലഭിക്കും. കുരുമുളക് കൃഷിയിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. കുരുമുളക് കൃഷി ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിന്റെ പല ഭാഗത്തും കർണാടക തമിഴ്നാട്ടിൽ ഇത് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പരീക്ഷിച്ചതാണ്. നൂതന രീതികൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും 15 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് ജോബി രാസവളം കയറ്റിയിട്ടില്ല. എല്ലാത്തരം കൃഷിക്കും ജൈവവളം മാത്രം, അതും സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്നത്. അതിന് ആവശ്യക്കാർ ഏറെയെന്ന് ജോബി പറയുന്നു. റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിന് വേണ്ടിയുള്ള പുകപ്പുര, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളും ജോബി സെബാസ്റ്റ്യൻ എന്ന കർഷകന് സ്വന്തം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിശേഷങ്ങളും വിവരങ്ങളുമായി അരുൺ ശങ്കർ ഒപ്പം ചേരുന്നു. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. ഈ കർഷകൻ മാത്രമല്ല, നമ്മൾ ഏത് രംഗത്തും മികവ് തെളിയിക്കണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ ആയേ മതിയാവൂ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും കൃഷിയിൽ അത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർ വിജയം കൊയ്യുക തന്നെ ചെയ്യും, ഒപ്പം നല്ല വിളവുണ്ടാക്കും. ഈ നല്ല വിളവുണ്ടാക്കുന്നത് തന്നെ അത് ഓർഗാനിക് ആണ്, ജൈവമാണ് എങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് അല്ലേ? ജോബി സെബാസ്റ്റ്യൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായിരുന്നു. ആ അഭിഭാഷക വൃത്തി വിട്ടാണ് അദ്ദേഹം മണ്ണിലേക്ക് ഇറങ്ങിയത്. മണ്ണിലുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ കാർഷിക രംഗത്ത് എത്തിച്ചത്. പക്ഷെ അത് വെറുതെ ആയില്ല എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായില്ലേ? ഒരു കർഷകൻ ഒരു ഗവേഷകനായിരിക്കണം. അതായത് പുതുതായി നൂതനമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നൂതനമായിട്ട് എങ്ങനെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ചിന്ത എപ്പോഴും ഒരു കർഷകൻ്റെ മനസ്സിൽ വേണമെന്നുള്ളതാണ് ജോബി സെബാസ്റ്റ്യൻ നമ്മളോട് പറയുന്നത്. കാണിച്ചു തരികയാണ് അദ്ദേഹം ചെയ്തത്. വെറുതെ പറയുക മാത്രമല്ല, പലപ്പോഴും തിയറികൾ മാത്രമാണ് പലരും അവതരിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ ആരും ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം തിയറിയും പ്രാക്ടിക്കലും ചെയ്ത് വിജയിച്ച ഒരു കർഷകനാണെന്ന് തന്നെ പറയാം. PFP ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യുന്നത്. അത് മികച്ച വിളവ് തരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നത്. കുറച്ച് വർഷമായി തന്നെ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റിടത്തും അങ്ങനെ ആരും ഈ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ സുഷിരങ്ങളുള്ള കോൺക്രീറ്റ് പൈപ്പിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. ഈ പൈപ്പിനകത്ത് മണ്ണും വളവും ഒക്കെ ഇടും. അങ്ങനെ അത് ഇരട്ടി വളർച്ച ഉണ്ടാകും, അതൊരു ഇരട്ടി ഫലവും നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ഡ്രാഗൺ കൃഷിയുടെ മാത്രമല്ല, അദ്ദേഹം ഈ സാങ്കേതികവിദ്യ നേരത്തെ കുരുമുളകിൽ പരീക്ഷിച്ചിരുന്നു, അതും വിജയിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിന് വേണ്ടിയുള്ള ഉണക്കുപുര, അതൊക്കെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 15 ഏക്കറിലാണ് ഈ കൃഷിയും അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ രാസവളം അദ്ദേഹം കയറ്റിയിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ജൈവവളം അത് സ്വന്തമായി നിർമ്മിക്കുന്നുമുണ്ട്. ആ ജൈവവളത്തിന് നിരവധി ആവശ്യക്കാരുണ്ടെന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ മാലിന്യ സംസ്കരണമായാലും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഗവേഷണം നടത്തുകയും അതിന് പറ്റുന്ന ഒരു കണ്ടുപിടുത്തം നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു കർഷകൻ വിജയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. കർഷകർക്കുള്ള വഴി അതൊരു പരമ്പരാഗത രീതികളൊക്കെ ശരിയാണ്. പരമ്പരാഗത രീതികൾ നമ്മൾ ഈ കൃഷിയിൽ പിന്തുടരുന്നതോടൊപ്പം തന്നെ നൂതനമായി നമ്മുടെ പരീക്ഷണത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ. അതുകൂടി ഉൾപ്പെടുത്തി കൃഷി നടത്തി വിജയിക്കുന്നു എങ്കിൽ അത് മറ്റു കർഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.